നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയായിരുന്നടാ. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ എന്താ, നീ രാവിലെ ഇവിടെ എത്തിയല്ലോ. രാവിലെ വന്നില്ലെങ്കിൽ ഈ നഗ്നമേരിയുടെ സീൻ മിസ്സായി പോകൂലടാ. ഞാൻ പല പ്രശ്നത്തിനോട് പറഞ്ഞിട്ടുള്ളതാ, ഡ്രസ് മാറുമ്പോ കഥ കടച്ചിടണമെന്നുള്ളത്. അടച്ചിട്ട് ഡ്രസ് മാറാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ. മൂട് കളഞ്ഞേ എടാ. കാര്യം ശരി, നീ പെൺവേഷം കെട്ടിയതാണെങ്കിലും ഈ ഡ്രസ്സിങ്ങിന് അഴിച്ചിരുന്ന കാണുമ്പോ ശരിക്കും ടെംപ്റ്റേഷൻ ആയി പോണടാ. എന്നാ ഇത് വെച്ച് ടെംപ്റ്റേഷൻ മാറ്റും ഓരോ ഞാരമ്പന്മാര്. അരുതാത്തതൊന്നും ചെയ്യരുത്. ഇത് ഞാൻ അത്രക്കാരനല്ല. നോ 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 നോ, ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം. ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറക്കില്ല. ഓക്കെ 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 ഓക്കെ, ശരിയാക്കാം. രാവിലെ തന്നെ എന്ത് വീടലാണ് പറഞ്ഞത് സിറ്റി മോളെ. ഈ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടാ ഫോൺ താഴെ വെക്കില്ല ചില കോന്തന്മാര്. ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും. എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശ മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ? അതെ അതെ, കലാംകയുടെ വർഗമല്ലേ. എന്റെയൊക്കെ വർഗം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്കൊക്കെ ചുണ്ടും ചോപ്പിച്ച് നടക്കാൻ പറ്റുന്നത്. ഇന്നലത്തെ പരിപാടിയുടെ കണക്കും ബാലൻസ്. ഇതെന്തോന്നാ? കലാംകയുടെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് കണക്കും ഇതിൽ എഴുതി വെച്ചിരിക്കാ. അച്ഛൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും? നീ ആ ലിസ്റ്റ് അച്ഛനെ കാണിക്കാതിരുന്ന പോരെ? നോ നോ നോ, കള്ളം പറയാൻ എന്നെ കൊണ്ടൊക്കില്ല. ഐ ആം സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. നീ എന്റെ ഡാർലിംഗ് അല്ലേ സിറ്റി മോളെ? ഡാർലിംഗ് അല്ല, നൈനിറ്റാൾ. അച്ഛൻ എങ്ങാനും ഇത് കേട്ടാ അത് മതി, ആ നിമിഷം രണ്ടിനും ഡിസ്മിസ് ചെയ്യും. ഇസ്ലാമായ ഞാനും ക്രിസ്ത്യാനിയായ നീയും തമ്മിലുള്ള ഈ ലവ് ജിഹാദിന്റെ പേരിൽ അച്ഛൻ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അറിയാലോ നിനക്ക്, അച്ഛൻ വികലാംഗനായി നിന്ന് കുർബാന കൊടുക്കേണ്ടി വരും. അയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അച്ഛൻ എനിക്ക് കാണപ്പെട്ട ദൈവോ. അപ്പൊ ഞാനാരാ? കാണപ്പെട്ട ഗോഡാ? അയ്യടാ, ഗോഡല്ല, ഗോസ്റ്റ്. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ തീരുമാനം എടുക്കാൻ ഇന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയേ. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ. കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതിയെന്ന്. സൈലൻസ് സൈലൻസ്. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ട്രൂപ്പ് മാനേജർ ദേ ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്കളി പിടിച്ച് കാശ് പിടുങ്ങുന്നോണ്ട് ഇവന്മാർക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങിക്കാലോ. എന്റെ പൊന്നച്ചോ, ഞാൻ പുറങ്കളി പിടിക്കാറില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് ഒരു വിശ്വാസം. സത്യം.